ഹായ്, ഇതെൻ്റെ ഉമ്മച്ചിയുടെ മൊസാന്തയാണ്. ഞാൻ തന്നെ കൊണ്ടുകൊടുത്ത പ്ലാന്റ് ആണ്. നമ്മൾ ഒരു 2 ഇയറിന് മുന്നേ ഇതിൻ്റെ ഒരുപാട് സെല്ല് ചെയ്തിരുന്നു. റെഡ് മൊസാന്ത ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. കണ്ടില്ലേ, കൊല കുത്തി പൂവാണ്. ശരിക്കും ഇത് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി ആയിരുന്നു. ഇപ്പോൾ ഇത് അന്യം നിന്നുപോയെന്ന് തന്നെ പറയാം. പക്ഷേ റെയറായിട്ട് നമുക്ക് ചില നഴ്സറികളിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടും. കറക്റ്റായിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ അതേ കൊല കുത്തി പൂ പിടിക്കൂ. പിന്നെ കുറച്ച് ക്ഷമയും കൂടി വേണം. ഇത് ഏകദേശം കൊണ്ടുവച്ച 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഇത്ര മനോഹരമായിട്ട്, കണ്ടില്ലേ, നിറച്ചും പൂക്കളാണ്. അതേ ഇതിൻ്റെ എല്ലാ കൊമ്പുകളിലും ദേ നിറച്ചും പൂക്കളാണ്. ഇപ്പം മഴ ആയപ്പോഴത്തേന് ശരിക്കും പകുതി പൂവും കൊഴിഞ്ഞു പോയി. ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇനിയും വരുന്ന ഈ പുതിയ പുതിയ തളിരുകളിലെല്ലാം മൊട്ടാണ്. അപ്പം കൊണ്ടുവച്ച് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പം ഉമ്മച്ചി തന്നെ പറഞ്ഞ് ഞാനിത് എടുത്ത് കളയാൻ പോവുക, പൂക്കത്തില്ല, ഇത് കാട്ടു മസാന്ത എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് പരാതി പറഞ്ഞതാണ്. പക്ഷെ ഇപ്പം കൊല കുത്തി പൂത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വൈറ്റ് മസാന്തയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇത് വൈറ്റ് മൊസാന്ത സാധാരണ എല്ലായിടത്തും ഇതുപോലെ തന്നെ പൂവിടും. പക്ഷേ റെഡ് മൊസാന്ത ഭയങ്കര ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ ഇതുപോലെ അടിപൊളിയായിട്ട് പൂവിടത്തോളൂ. പിന്നെ ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ 6 മാസത്തിലൊരിക്കൽ ബാസാക്കോട്ട അപ്ലൈ ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ ചാണകപ്പൊടി ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം, എല്ലുപൊടി യൂസ് ചെയ്യാം. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടുള്ളത് നല്ല വെയിൽ വേണം. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ പൂവിടത്തുള്ളൂ. പിന്നെ കുറച്ച് ക്ഷമയും വേണം. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണെങ്കിലും വെച്ച് ആദ്യത്തെ ഒരു 1-2 വർഷം വരെ ഒന്നും ഫ്ലവർ വരത്തില്ല. ശേഷം ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് ഇത് കാണുമ്പോൾ. പിന്നെ മാക്സിമം തറയിൽ വെക്കാൻ നോക്കുക. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തറയിലാണ് വെച്ചിരിക്കുന്നത്. ചട്ടിയിലും വളരും, പൂവിടും. പക്ഷേ അത്രത്തോളം ഗ്രോത്ത് കാര്യങ്ങളും ഏതൊരു പ്ലാന്റ് ആണെങ്കിലും നമ്മൾ ചട്ടിയിൽ വെക്കുന്നതിനെക്കാട്ടിലും നല്ല ലക്ഷായിട്ട് വളരുന്നതും നല്ല ഇപ്പം ഫ്രൂട്ട് ആണെങ്കിലും നല്ല കായ്ഫലം തരുന്നതും ഒക്കെ നമുക്ക് എപ്പോഴും തറയിൽ വെക്കുമ്പോഴാണ് ഫ്ലവർ കിട്ടുന്നതും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തറയിൽ വെക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഹായ്, ഇതെൻ്റെ ഉമ്മച്ചിയുടെ മൊസാന്തയാണ്. ഞാൻ തന്നെ കൊണ്ടുകൊടുത്ത പ്ലാന്റ് ആണ്. നമ്മൾ ഒരു 2 ഇയറിന് മുന്നേ ഇതിൻ്റെ ഒരുപാട് സെല്ല് ചെയ്തിരുന്നു. റെഡ് മൊസാന്ത ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. കണ്ടില്ലേ, കൊല കുത്തി പൂവാണ്. ശരിക്കും ഇത് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി ആയിരുന്നു. ഇപ്പോൾ ഇത് അന്യം നിന്നുപോയെന്ന് തന്നെ പറയാം. പക്ഷേ റെയറായിട്ട് നമുക്ക് ചില നഴ്സറികളിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടും. കറക്റ്റായിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ അതേ കൊല കുത്തി പൂ പിടിക്കൂ. പിന്നെ കുറച്ച് ക്ഷമയും കൂടി വേണം. ഇത് ഏകദേശം കൊണ്ടുവച്ച 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഇത്ര മനോഹരമായിട്ട്, കണ്ടില്ലേ, നിറച്ചും പൂക്കളാണ്. അതേ ഇതിൻ്റെ എല്ലാ കൊമ്പുകളിലും ദേ നിറച്ചും പൂക്കളാണ്. ഇപ്പം മഴ ആയപ്പോഴത്തേന് ശരിക്കും പകുതി പൂവും കൊഴിഞ്ഞു പോയി. ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇനിയും വരുന്ന ഈ പുതിയ പുതിയ തളിരുകളിലെല്ലാം മൊട്ടാണ്. അപ്പം കൊണ്ടുവച്ച് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പം ഉമ്മച്ചി തന്നെ പറഞ്ഞ് ഞാനിത് എടുത്ത് കളയാൻ പോവുക, പൂക്കത്തില്ല, ഇത് കാട്ടു മസാന്ത എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് പരാതി പറഞ്ഞതാണ്. പക്ഷെ ഇപ്പം കൊല കുത്തി പൂത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വൈറ്റ് മസാന്തയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇത് വൈറ്റ് മൊസാന്ത സാധാരണ എല്ലായിടത്തും ഇതുപോലെ തന്നെ പൂവിടും. പക്ഷേ റെഡ് മൊസാന്ത ഭയങ്കര